വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഏൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ലയങ്ങൾ ഒഴിയണമെന്ന നിർദ്ദേശം. പുനരധിവാസത്തിന് സർക്കാർ സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി ഒഴിയണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾക്ക് മാനേജ്മെന്റ് നോട്ടീസ് നൽകി. 70 കുടുംബങ്ങളിൽ 15 കുടുംബങ്ങൾക്ക് മാത്രമാണിപ്പോൾ നോട്ടീസ് നൽകിയതെന്നാണ് മാനേജ്മെന്റ് വിശദീകരണം. അനുവദിച്ച മുറികൾ 2 ദിവസത്തിനുള്ളിൽ തിരികെ നൽകണമെന്നാണ് നോട്ടീസിലെ ആവശ്യം. ഇവർ വീടുകൾ മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുത്തതിനാലാണ് നോട്ടീസ് നൽകിയത്. കൂടാതെ കമ്പനിയിൽ നിന്ന് വിരമിച്ചവരാണെന്നും മാനേജ്മെന്റ് അറിയിച്ചു. എസ്റ്റേറ്റിലെ സ്ഥലം ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ പുനരധിവാസത്തിന്റെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ സർക്കാർ തലത്തിൽ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി. സംസ്ഥാന ദുരിതാശ്വാസ നിയമം 2005 പ്രകാരം ഭൂമി ഏറ്റെടുക്കുമ്പോൾ കോടതി വിധി പ്രകാരം നഷ്ടപരിഹാര തുക കണക്കാക്കിയാണ് ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നത്. ഫെബ്രുവരി 28-നകം ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ നടപടിക്രമം പൂർത്തിയാക്കാനാണ് സർക്കാർ തീരുമാനം. നഷ്ടപരിഹാര തുക ലഭിക്കുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ തന്നു തീർക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന ഈ ലയം ഒഴിയണമെന്ന് എസ്റ്റേറ്റ് പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാൻ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന് വേണ്ടി ഒരു എസ്റ്റേറ്റ് മാത്രം ഏറ്റെടുക്കാനാണ് സർക്കാർ തീരുമാനം. ആദ്യഘട്ടത്തിൽ ഏൽസ്റ്റൺ എസ്റ്റേറ്റ് മാത്രമായിരിക്കും ഏറ്റെടുക്കുക. ഗുണഭോക്താക്കളുടെ എണ്ണം കണക്കാക്കി പുനരധിവാസം വേഗത്തിലാക്കാനുള്ള സൗകര്യം കണക്കിലെടുത്താണ് തീരുമാനം. എത്രയും പെട്ടെന്ന് തന്നെ ഗുണഭോക്താക്കളുടെ പട്ടിക അന്തിമമാക്കി ഈ മാസം തന്നെ ഏറ്റെടുക്കൽ നടപടി പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിരുന്നു. ആദ്യ ടൗൺഷിപ്പിന്റെ തറക്കല്ലിടൽ ചടങ്ങ് മാർച്ചിൽ നടത്താൻ സർക്കാർ തലത്തിൽ ധാരണയായിട്ടുണ്ട്. അതേസമയം ടൗൺഷിപ്പ് ഏറ്റെടുക്കുന്നതിനെതിരെ ഏൽസ്റ്റൺ എസ്റ്റേറ്റ് അധികൃതർ കോടതിയെ സമീപിച്ചിരുന്നു. ടൗൺഷിപ്പിനായി ഭൂമി ഏറ്റെടുക്കുമ്പോൾ നഷ്ടപരിഹാരം നൽകണമെന്നായിരുന്നു ഉടമകളുടെ ആവശ്യം. തുടർന്ന് ടൗൺഷിപ്പ് ഏറ്റെടുക്കാൻ സർക്കാരിന് കോടതി അനുവാദം നൽകുകയും എന്നാൽ ഉടമകൾക്ക് ദുരന്ത നിവാരണ നിയമപ്രകാരം അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു.